ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നിങ്ങൾ വിചാരിക്കാൻ അടുത്ത കണ്ണാടിയായിട്ട് അവൾ വന്നേക്ക് രാവിലെ ആണെന്ന് പൊട്ടിക്കും. ഞാൻ ഇന്ന് വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ ഇന്ന് എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് ഇടണോ വേണ്ടയോ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു, ഞാൻ കുളിച്ചൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സമയം 12:32 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ചോറുണ്ണാന്ന്. കറക്റ്റ് സമയത്ത് 1 മണിയാകുമ്പോൾ എനിക്ക് ചോറുണ്ണണം. അത് എല്ലായ്പ്പോഴും നിങ്ങൾ നടക്കുമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ്. 1 മണിക്ക് ചോറുണ്ണണം. കാരണം ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1 മണിയാകുമ്പോൾ ചോറ് ഉണ്ണും. കറക്റ്റ് ടൈമിൽ കഴിക്കും. എന്നിട്ട് നൈറ്റ് ഫുഡ് ഒഴിവാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം രാവിലെ ഞാൻ കഴിച്ചത്, സത്യത്തിൽ എനിക്ക് ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല. ഇപ്പോൾ ഒരു ചപ്പാത്തി, ഇച്ചിരി ഡാൽ ക്രീം, അത് കഴിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചെന്ന് വരുത്തിയെന്ന് വേണം പറയാൻ. എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കഴിക്കാൻ തോന്നുന്നില്ല. എന്തോ അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ സ്കൂളിൽ പോയി. അപ്പം ഞാൻ അവിടെ ആയിരുന്നു. വന്നു, കുളിച്ചു, പല്ലൊക്കെ തേച്ചു. ഇപ്പോഴാണ് തേച്ചത് കേട്ടോ, പല്ലൊക്കെ തേച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും അന്നേരം എന്താ തേച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അതാരും പറയരുത്, ഇവിടെ നേരത്തെ അങ്ങ് ജാമ്യം എടുത്താൽ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഡ്രസ്സല്ലേ നേരത്തെ വീഡിയോയിൽ ഇട്ടത്? നേരത്തെ വീഡിയോ ഇട്ട് ഈ ഡ്രസ്സാണ്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇഷ്ടമുള്ള ഡ്രസ്സ് വീണ്ടും ഇടും. എന്ന് വെച്ചാൽ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. അപ്പം ഞാൻ അധികം അങ്ങനെ വാങ്ങത്തില്ല. വീട്ടിലിടാൻ ഡ്രസ്സ് വാങ്ങാൻ പോയാൽ തന്നെ കൂടുതലും വെളിയിലിടുന്ന ഡ്രസ്സ് വാങ്ങി, എന്നിട്ട് അത് വീട്ടിലിടത്തില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ 2-3 ടീഷർട്ട് എടുത്തിട്ട് അതിൽ ഒരെണ്ണം വീട്ടിലിടാമെന്ന് വെച്ച് എടുത്തതാണ്. പക്ഷേ അതും വെളിയിലിട്ടുകൊണ്ട് പോകാൻ എടുത്ത് വെച്ചേക്കാം. അതൊക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ അപ്പം ഈ ഒരു ടീഷർട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ. പാൻറ്റുകൾ മാറുന്നത് മാത്രമേ ഉള്ളൂ. ടീഷർട്ട് ഈ ദിവസങ്ങൾ ഇടവിട്ട് ഇതൊക്കെ തന്നെ ഇടുന്നത്. കരിക്കിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പം അത് എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് നമുക്ക്, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ അവർക്ക് ജോലി കിട്ടി, അപ്പം ഒരു വീഡിയോ ഇടണം. അപ്പോൾ അവരുടെ അവിടെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു ജോലി കിട്ടിയത്. സോ നല്ല രീതിയിൽ ഒഴിവും കാര്യങ്ങളൊക്കെ വേണം. അപ്പം എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്? ഞാൻ ഗ്രാജുവേഷൻ റെഡിയായി, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. സോ അതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്നാൽ ഒരു മിനിമലായിരിക്കണം, ഏത് രീതിയിലായിരിക്കും ചെയ്യുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അവൾ എന്നോട് ആവശ്യപ്പെട്ടില്ലേ, അവൾ എന്നോട് ചോദിച്ചില്ലേ, അതെനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ എന്ത് വീഡിയോ ഇടും നെക്സ്റ്റ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാഞ്ഞത്. എടുത്ത് വെച്ച വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ച മേക്കപ്പിൻ്റെ വീഡിയോ ഇടാം. അപ്പം ഞാൻ ഇവിടെ ആരും ഇല്ല വീട്ടിൽ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണം. അപ്പം ഞാൻ കഴിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒമേഗ 3യുടെ ക്യാപ്സ്യൂൾ, കാണാൻ പറ്റുന്നുണ്ടോ? ഒമേഗ 3യുടെ ക്യാപ്സ്യൂൾ കഴിക്കാറുണ്ട്. ഇതിൽ 500 ആണെന്ന് തോന്നുന്നു. 500 റുപ്പീസാണ്. 500 റുപ്പീസാണ്. 100 എണ്ണം ഉണ്ട് ഈ സപ്ലിമെൻറ്റ്സ്. 500 രൂപയുമാണ്. സോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ബ്ലർ ആകുന്നുണ്ടെന്ന് തോന്നില്ലേ. 500 രൂപയാണ് 100 സപ്ലിമെൻറ്റ്സാണുള്ളത്. ഇത് ആണ് ഞാനിപ്പോൾ കഴിക്കുന്നത്, സൺലൈൻ്റെ ഒമേഗ 3. കാരണം ഈ ഇറച്ചി മീനും ഒക്കെ കുറച്ച് തിന്നുന്നവർക്ക് ഇത് അത്യാവശ്യമാണ്. ഇത് രാവിലെ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് നിർത്തി വെച്ച്. സോ എഗെയിൻ ഐ സ്റ്റാർട്ടഡ്. കുറച്ചായി, ഒരു 10 തീർന്ന് അത് കഴിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകാം, അപ്പോൾ വീഡിയോസും എടുക്കാം എന്ന് വെച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതല്ലേ നല്ലത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ 4 മണിക്ക് വന്നാൽ മതി, വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഇത് ഷീറ്റ് ഇട്ടു കേട്ടോ. ഇന്നലെയൊക്കെ നടന്ന സംഭവമാണ്. ഷീറ്റൊക്കെ ഇട്ടു. നമ്മുടെ ക്ഷണക്കത്തൊക്കെ വന്നിട്ടുണ്ട്. അത് വിളിച്ച് തുടങ്ങി. ഇന്ന് നാളെ കർക്കിടക വന്നായതുകൊണ്ട് ഇന്നേ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് കോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഇത് ബാക്കി വന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ അവർ ചെയ്ത് തന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ഉപകാരമായി. ഇങ്ങോട്ട് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 5 സെക്കൻഡായിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും ചെയ്തു കൊള്ളാം. ഇപ്പം ഇങ്ങോട്ട് വെള്ളം അധികം നിൽക്കുന്നില്ല കേട്ടോ. അവിടെ വരെ നിൽക്കുന്നുള്ളൂ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. നമ്മളവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒന്നെങ്കിൽ വാൾട്ടയിൽ ഇടുമായിരിക്കും, അതർവൈസ് നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, വാൾട്ടയിലും ടൈലിടുമായിരിക്കും. അതർവൈസ് നമ്മൾ ഇൻ്റർലോക്ക് ഇടുമായിരിക്കും. ഞാൻ തൂക്കട്ടെ. എന്തായാലും രാവിലെ നല്ല മഴ ആയതുകൊണ്ട് മഴ പൊടിക്കുന്നുണ്ട്. നമുക്ക് കുടയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. മഴയാണ്, അപ്പുറത്ത് കൊണ്ടൊന്നുമില്ല.
നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. കേട്ടോ എനിക്ക് അക്ഷരായിട്ട് ഇതാണ് എനിക്ക് ഒറ്റക്കൈ കൊണ്ടൊക്കെ നിൽക്കാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകണം. പക്ഷേ എൻ്റെ കൂടെ ഒരു ഫോൺ വെച്ച് വളരെ വെള്ളത്തിട്ട് വീഴുന്നു താഴ്ന്നു ഇതുവരെ പുറത്തേക്ക് വെച്ചു. അതിനെ അങ്ങ് തകർക്കാം. കുളിക്കാൻ നന്നായിട്ട് മതി. ഇനി വീട്ടിലേക്ക് കോളേജിൽ പോകണ്ടാത്തത് കൊണ്ട് 9 മണി ആയപ്പോൾ അമ്മ വിളിച്ചു. അതുകൊണ്ട് നിൽക്കുന്നതാണ് ചീത്തവിളിയും കേട്ടു. വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ? കുറച്ചൊക്കെ കഴിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. ചിലവല്ല പറയാൻ പറ്റില്ല. ഇത്രയും നേരം പറ്റത്തില്ലല്ലോ. ഇതിലൂടെ നമ്മൾ പോകുന്നത് ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അമ്പലമാണ് കയറി കാണുന്നത്. ഞാൻ ഇനി വന്ന് അകത്ത് കയറി അത് കഴിഞ്ഞ് നമുക്ക് റെഡിയാക്കും. ഞാനൊന്നും ഇട്ടിട്ടില്ല, ഒരു പൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇതാണ് ഇപ്പോൾ സ്കിൻ. പക്ഷേ ഒത്തിരി ചെയ്യുന്നുണ്ട് കേട്ടോ. പാട് മാത്രമേ ഉള്ളൂ. കുരുകളൊക്കെ പോയി പാടുണ്ട്. ഇവിടെ ചെറുതായിട്ടുണ്ട് കേട്ടോ. അത് പോഷനില്ല. ഞാൻ കുറഞ്ഞു. ആദ്യത്തെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ നല്ല രീതിയിൽ കുരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഭാഗത്തൊക്കെ കുരുണ്ടായിരുന്നു. എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പം നമുക്ക് നിർത്താം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. മോയ്സ്ചറൈസർ ഓർ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല, കാരണം പുറത്തോട്ട് ഇറങ്ങുന്നില്ല. സോ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഞാനിപ്പം മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ഡോവിൻ്റെ ബേബി ഡോവാണ്. ഇതിപ്പോൾ വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറുത്ത് കിട്ടും. ഇങ്ങനെ നമുക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഒരു മേക്കപ്പ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രീം നിങ്ങൾ എന്തായാലും ബാക്ക്വേർഡിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാനൊരു മോയ്സ്ചറൈസർ ഇടാറുണ്ട്. ജസ്റ്റ് അതും ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ ഇടുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കണം. മോയ്സ്ചറൈസർ കുറച്ചിട്ടാലും ഈ സൺസ്ക്രീൻ പിന്നീട് പിശുക്ക് കാണിക്കാൻ പാടില്ല കേട്ടോ. വെള്ളത്തിലാകുമ്പോൾ നമ്മൾ ഈ പണി ചിലർക്ക് സ്കിന്നിന് മേക്കപ്പ് ഒന്നും അധികം ജ്യൂട്ട് ആകില്ല. സോ സ്കിന്നിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിതിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. ഡ്രൈ ആയിരിക്കും സ്കിന്നിന് പെട്ടെന്ന് ഒന്ന് ഒരു സ്മൂത്ത് എഫക്റ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങളോട് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയില്ല. ഇതിപ്പോൾ തീരാറായി ഫെയറാൻഡ് ഇത് ഞാൻ നിർബന്ധിച്ച് ഇടണമെന്ന് പറയുന്നില്ല. ഞാനിത് ഡെയിലി ഒരു ക്രീമാണ്. സോ എനിക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് ഇടുന്നവർക്കറിയാം. നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡള്ളായി തുടങ്ങുന്നത്. അതൊന്ന് ചെറിയ രീതിയിൽ ഇട്ടെടുക്കാം. ഇടുന്ന ക്രീം നിങ്ങൾ ഏത് ക്രീമാണ് ഡെയിലി ഇടുന്നത് നിങ്ങൾക്കറിയില്ല. അതേ ഞാൻ പറയുന്നത്. ഹെയർ ഓയിലെങ്കിൽ തന്നെയാണ് പറയുന്നില്ല. അത് തന്നെ എനിക്ക് കിട്ടാൻ മതി. എന്തായാലും നിങ്ങൾ സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ.
അപ്പം മോസ്റ്റ് ഓഫ് ആ ഒരു ഇങ്ങനൊരു പ്രൊഫഷനിലുള്ളവർക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ പോകുമ്പം ഒബ്വിയസ്ലി അവർക്ക് കണ്ണിൻ്റെ അടുത്ത് കറുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ചുണ്ടിൻ്റെ കാര്യം, നിങ്ങളിപ്പം ഏത് മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നിപ്പം ഇത്രയും കാര്യങ്ങൾ ഇടുന്നതിന് മുന്നോ ഇട്ടതിന് ശേഷമോ ഒരു സെബോളിൻ അല്ലെങ്കിൽ വാസ്ലിൻ അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പോൾ ലിപ് ബാമിൻ്റെ അകത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രണ്ടും എനിക്ക് വിശ്വാസമുള്ളൂ. അതും ഈ വൈറ്റ് അല്ല, എൻ്റെ കയ്യിൽ വേറൊന്നുണ്ട് അത് വലിയൊരു ബോട്ടിൽ, അത് വീട്ടിലിരിക്കുകയാണ്. സോ അത് യൂസ് ചെയ്യുന്നതായിട്ട് നല്ലത്. ഇത് കാലിനൊക്കെ യൂസ് ചെയ്തു. ചുണ്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ക്രീമിങ് ഒരു വേറൊരു ടെക്സ്ചർ, അതിന് എനിക്ക് തോന്നുന്നു 100 രൂപ കണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് നല്ലതാണ്, അത് നല്ലതാണ് കേട്ടോ. അത് വേണം യൂസ് ചെയ്യാൻ. ഇതുവരെയെങ്കിലും എനിക്കത് യൂസ് ചെയ്യാം. എന്തായാലും ഒരു ഇതിട്ട് കൊടുക്കാം, വാസിലിട്ട് കൊടുക്കാം. ഇതിന് എത്ര രൂപയായി ഓർമ്മയില്ല. ഇതിനൊരു 29 കണ്ടു, 5 രൂപയുള്ളൂ ഇതിന്. 5 രൂപ. ക്രീമിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് വാസിലിട്ട് കൊടുക്കാം. വാസിലിൻ്റെ ക്രീം നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ട് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ, എന്നെ പോലുള്ള സ്കിന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ബ്രാൻഡ് യൂസ് ചെയ്താലും ഇച്ചിരി അറിയുന്ന ബ്രാൻഡ് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലത്. പിന്നെ എന്തായാലും അത് ഇച്ചിരി കൂടെ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടായിരിക്കും അത് മാർക്കറ്റിൽ അങ്ങനെ കൂടുതൽ പോകുന്നതും കാര്യങ്ങളും. എന്തായാലും അറിയപ്പെടുന്ന ബ്രാൻഡ്സ് ഒന്ന് യൂസ് ചെയ്തിരിക്കുക. ഓക്കെ, ഇത് പോൺസിൻ്റെ BB ക്രീമാണ്, BB+ ക്രീമാണ്. ഇത് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഒരു ലൈറ്റ് മേക്കപ്പ് ഗ്ലോ കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ഫെയർ ആണെങ്കിൽ നിങ്ങളോട് ഞാൻ കയ്യിലെ ഫൗണ്ടേഷൻ എണ്ണം ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ മതിയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഐയിൽ കണ്ടോ ഡാർക്ക്നെസ്, ആ സ്പോട്ടിൽ നിങ്ങൾ, ഞാൻ എല്ലാവരും പറ്റില്ല, കാരണം ചിലവർക്ക് ഇത് ഇടുമ്പോൾ അവർ ഡാർക്കായി തോന്നിക്കും. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇട്ടാണ്ടിട്ട് കണ്ണിൻ്റെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു പൗച്ച് പോലൊരു പഞ്ച് വാങ്ങാൻ കിട്ടാണെങ്കിൽ നല്ലതാണ്. അത് ഞാൻ എടുത്തില്ല, നിങ്ങളിപ്പോൾ ഇത് കാണിക്കുന്നതുകൊണ്ട് എടുത്തില്ല. ഇങ്ങനെ വിളിച്ചു കൊടുത്തു. ഇപ്പോൾ ആ ഡാർക്കിലിരുന്ന സംഭവം ഒന്ന് ലൈറ്റാക്കിയിട്ട് കാണും. ഷാഡോ ഒഴിച്ച് നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടോ, ഒന്ന് ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മാൻഡേറ്ററി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. നിങ്ങൾ കൂടുതൽ സ്പ്രേ അങ്ങനെയുള്ളത് വാങ്ങാതെ ലിക്വിഡ്സ് വാങ്ങിക്കാൻ നോക്കുക. അതും നിങ്ങളുടെ സ്കിൻ ടോണിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒരു പൊട്ടി ലൈറ്റ് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പം ഇതിന് 190 റുപ്പീസായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. 7.4 ml ഉണ്ട്. ഞാൻ ഇത്രയായി അങ്ങനെ യൂസ് ഒത്തിരി ചെയ്തിട്ടില്ല, ഇത്രയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെടുക്കാം, ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോഴത്തേന് അത് വരും കേട്ടോ. ഒന്നെങ്കിൽ സ്പഞ്ചിൽ ഇട്ട് കൊടുത്താൽ മതി. സ്പഞ്ചിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ പറഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾ സ്പഞ്ചിൽ ഡിപ്പ് ചെയ്യാതിരിക്കാം. ഈ കൈ കൊണ്ട് തന്നെ ഇട്ടെടുക്കാം. കാരണം ഡയറക്റ്റ്ലി സ്പഞ്ചിൽ വെക്കുമ്പോൾ അത് സ്പഞ്ച് കുറച്ച് അബ്സോർവ് ആകും. ഇനി ഇട്ടതിന് ശേഷം നിങ്ങൾ സ്പഞ്ച് ഇടുകയാണെങ്കിൽ അത്രയും വരത്തില്ല. ചെറിയ ചെറിയ കോൺസ് പോലെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഹാൻഡ്സ് മാത്രം യൂസ് ചെയ്യുന്നു. നിങ്ങൾ സ്പഞ്ച് യൂസ് ചെയ്യുമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് ഹാൻഡ്സ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വ്യത്യാസം എന്താണ്. നന്നായിട്ട് ബ്ലെൻഡാക്കി കൈ വെച്ച് തന്നെ കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ഇട്ടാലും നിങ്ങൾ ബ്ലെൻഡ് ആക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. നല്ല രീതിയിൽ ബ്ലെൻഡാക്കി എടുക്കാം. കണ്ടോ, ഐബ്രോസിലൊന്നും ആയിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ ഒരു റോസ് പൗഡർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് സ്കിൻ, ഇപ്പം ഞാൻ ഇതെടുത്തത് ലൈറ്റ് സ്കിൻ ടോണിൻ്റെ അടുത്ത്, ഡാർക്ക് സ്കിൻ ടോണിൻ്റെ റോസ് പൗഡർ അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറഞ്ഞിട്ട് ഓർമ്മയില്ല, റോസ് പൗഡർ എന്ന് പറഞ്ഞാൽ മതി, അത് കിട്ടും. ഞാൻ ഡാസ്ലറിൻ്റെ എടുത്തേക്കുന്നത് ലൈറ്റ് ടോൺ ആണ്. നിങ്ങൾക്ക് ലൈറ്റ് ടോൺ അതിന് ഏകദേശം MRP നോക്കട്ടെ, MRP ഇല്ല, യെസ് MRP പോയിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് മാത്രമേ ഉള്ളൂ, ഇത് അടുത്ത വർഷം വരെയാണ് കേട്ടോ. അപ്പം ഇതെടുക്കുക, ഇത് പൗച്ച് കാണും, ഡിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ മാത്രം ഡിപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ഫിൽറ്റേഴ്സ് ഇട്ടിട്ടില്ല കേട്ടോ, എനിക്കിങ്ങനെ കിട്ടും
ഈ ഒരു ഫേസ് കിട്ടും. ഇത് തന്നെ നെക്കിലും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നെക്കിൽ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ വീട്ടിൽ വയ്ക്കുവാണെങ്കിൽ ഞാൻ ഇതെന്തായാലും വാഷ് ഔട്ട് ചെയ്തിട്ട്. സോ അതുകൊണ്ട് നമ്മളിത് ചെയ്യുക. ഇത്രയും ചെയ്ത ശേഷം ഒരു ഐബ്രോ ഇതെടുത്തിട്ട് ഐബ്രോ ചെയ്യുക. ഞാൻ ഐബ്രോ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തേക്കണം. ഐബ്രോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മസ്കാര ഇല്ല അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരുപാട് എടുക്കരുത്, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇത് ഡാർക്കണാകും, ഇച്ചിരി കൂടെ ബ്രൈറ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മിഡ് നൈറ്റിൻ്റെ കാജലാണ്. ഇതിപ്പോൾ തീരാറാണ്. സോ അത് ഒന്ന് കണ്ണിൽ എഴുതി കൊടുത്തു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാജൽ എടുക്കാം. ഐലൈനർ യൂസ് ചെയ്യുന്നവരാണ് ഐലൈനർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്ര യൂസ് ചെയ്തു. ഇവിടെ ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചെയ്തു. ഓക്കെ, ഒരു ലുക്ക് കിട്ടിയോ? ഇനി നിങ്ങൾ ഒരു മേക്കപ്പ് ഫിക്സർ എടുക്കുക. അത് ഞാൻ എടുക്കൊന്നുമില്ല. ബ്ലൂ ഹെവൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ആണ്. അത് 190 റുപ്പീസ്, 190 റുപ്പീസാണ്. അത് നല്ലൊരു മേക്കപ്പ് ഫിക്സാണ്. ഇത്രയും നിങ്ങൾ ചെയ്ത് ഫുൾ മേക്കപ്പായി ഈവൻ പൊട്ട് വരെ വെച്ച് ലിപ്സ്റ്റിക്ക് വിട്ടതിന് ശേഷം, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് 08 കാരമൽ ജോയിയുടെ മാൾസാണ്. മാൾസിൻ്റെ തന്നെ ഞാൻ ഏത് ലാസ്കാറിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ലാസ്കാറിൻ്റെ ഇതിലുണ്ട്. ഞാനിത് പുതുതായിട്ട് ഞാനിതെടുത്തു കണ്ടോ. ഈ ഒരു ടോണായിരിക്കും കിട്ടുന്നത്. ഇപ്പം നിങ്ങളുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിന് ഇത് തിരിഞ്ഞ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബ്ലഷ് പോലെ ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തുവാണെങ്കിലും എന്തെല്ലാം ഇപ്പം മേക്കപ്പ് ഫിക്സർ അടിച്ചിട്ട് നിങ്ങൾ ബ്ലഷ് ഇടാൻ പോകരുത്. ബ്ലഷ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം മേക്കപ്പ് ഫിക്സർ സ്പ്രേ ചെയ്യുക മൊത്തം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എന്നോട് ചോദിച്ച ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ, ബൈ ബൈ, ടാറ്റാ. ഇങ്ങനെയുണ്ട് ലുക്ക്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഫേസ് ഇരിക്കാം. ഇതുപോലെ തന്നെ നെക്കിലും ചെയ്യണം കേട്ടോ. നമ്മൾ ഈ സെയിം ഫിക്സർ വരെ അടിച്ചു കൊടുക്കുന്നതിന് വരെ നമ്മൾ നെക്കിലും സെയിം ചെയ്യണത്. ബൈ.